ഹലോ വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് വൊക്കാബുലറി സ്പെഷ്യലാണ്. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും വൊക്കാബുലറി വീഡിയോസ് വന്നിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് പോയി കാണുക, അഭിപ്രായം അറിയിക്കുക. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പദസമ്പത്ത്, നമ്മുടെ കയ്യിലുള്ള പണസഞ്ചി, നമ്മുടെ ബാങ്ക് ബാലൻസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഒന്നാണ് ഒരു നല്ല സ്ട്രോങ് ഫൗണ്ടേഷനിൽ പണിതുയർത്തിയിട്ടുള്ള നല്ലൊരു വൊക്കാബുലറി. എങ്ങനെയാണ് വൊക്കാബുലറി ബിൽഡ് ചെയ്യുക? നമ്മുടെ പദസഞ്ചയം, പദസമ്പത്ത് വളർത്തിയെടുക്കുക. നമ്മുടെ പദസമ്പത്ത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഒരു ഓൺ ഗോയിങ് ലേണിംഗ് ആറ്റിറ്റ്യൂഡാണ്. അതായത് നമ്മുടെ പഠനം അവസാനിച്ചു, അല്ലെങ്കിൽ ഇനിയും ഞാനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇനി എന്ത് പഠിക്കാനാ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണം, പൂർണ്ണമായും തന്നെ. അവിടെയാണ് പുതിയ വാക്കുകൾ പഠിക്കുന്നതിൻ്റെ തുടക്കം. അതുപോലെ തന്നെ ഒരു ഓൺ ഗോയിങ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, അതായത് പഠനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടവരാണ്, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പഠിക്കുന്നു, ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദിവസവും നമ്മൾ വായിക്കുന്ന ന്യൂസ് പേപ്പേഴ്സ്, ഈവൻ നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ കാണുന്ന ബോർഡുകൾ, പരസ്യങ്ങൾ, ബിൽ ബോർഡ്സ്, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന വീഡിയോസ്, ഇതുപോലുള്ള വീഡിയോസ്, ഈ വീഡിയോസിലും ഇത്തരത്തിലുള്ള ദൈനംദിന നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിലൂടെ നമ്മൾ കേൾക്കുന്ന പുതിയ വാക്കുകളൊക്കെ തന്നെ നമ്മൾ ഒരു നോട്ട്ബുക്കിലോ നോട്ട് പാഡിലോ നോട്ട് ചെയ്ത് അതിൻ്റെ അർത്ഥവും ഉപയോഗവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത്തരത്തിലാണ് വൊക്കാബുലറി ബിൽഡ് ചെയ്യേണ്ടത്. നമ്മുടെ വായനകൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് വൊക്കാബുലറി ബിൽഡ് ചെയ്യാൻ. ചിലപ്പോഴൊക്കെ സിനിമ കാണുമ്പോഴും നമുക്ക് വൊക്കാബുലറി ബിൽഡ് ചെയ്യാൻ പറ്റും. മറ്റു ഭാഷാ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഏത് ഭാഷയാണോ പഠിക്കേണ്ടത് അത്തരം ഭാഷകളിൽ സിനിമകൾ കാണുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ഭാഷയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ആ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന വേളയിൽ വരുന്ന വാക്കുകൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് പുതിയ വാക്കുകളായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ വൊക്കാബുലറി ബിൽഡ് ചെയ്യാൻ സാധിക്കും നമുക്ക്. അത് എഴുതി വെച്ചോ, അത് നമ്മുടെ ഫോണിലോ മറ്റോ ടൈപ്പ് ചെയ്ത് സൂക്ഷിച്ചിട്ടോ അതിൻ്റെ ഉച്ചാരണവും ആ വാക്കുകളുടെ അർത്ഥതലങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി എടുത്തുകൊണ്ട് നമുക്ക് പിന്നീടും അത് റെഫർ ചെയ്യുകയും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാൻ സാധിക്കും. ഇത് വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ വൊക്കാബുലറി ബിൽഡ് ചെയ്യാൻ നല്ലൊരു പുസ്തകം റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് നോക്കുക, വീഡിയോ ഒന്ന് കാണുക. എന്നിട്ട് ആ പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമോ, എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിച്ച് വായിക്കുകയും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈബ്രറിയിൽ ചിലപ്പോൾ അത് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ കോളേജിലോ സ്കൂളിലോ നിങ്ങളുടെ നാട്ടിൻ പുറത്തുള്ള ലൈബ്രറികളിലോ ഒക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വാക്കിലേക്ക് വരാം. ഡിസംബർ മാസമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മാസം, ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാസം ഡിസംബറാണ്. ഡിസംബർ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആഡ്വെൻറ്റ് സീസൺ. ആഡ്വെൻറ്റ് സീസൺ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള കാത്തലിക് ക്രിസ്ത്യൻസ് ആചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഒരു ആഘോഷത്തിലുപരിയായിട്ടൊരു ഒരുങ്ങലിൻ്റെ കാലഘട്ടമാണ് ആഡ്വെൻറ്റ് സീസൺ എന്നൊക്കെ പറയാറുണ്ട്. ആഡ്വെൻറ്റ് എന്ന് പറയുന്ന ആത്മീയ ഒരുക്കത്തിൻ്റെ കാലഘട്ടമായിട്ട് ലോകമെമ്പാടുമുള്ള കാത്തലിക് ക്രിസ്ത്യൻസ് ആഘോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആചരിക്കാറുണ്ട്. എന്താണ് ഈ ആഡ്വെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം? ആഡ്വെൻറ്റ് എന്ന വാക്ക് ആഡ്, വെനിയർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങൾ ഒരുമിച്ചുണ്ടായ, അല്ലെങ്കിൽ ആ രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയൊരു വാക്കാണ് ആഡ് വെനിയർ. ആഡ് എന്ന് പറഞ്ഞാൽ ടു, വെനിയർ കം. ടു കം എന്നാണ് ആഡ്വെൻറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റൂട്ട് ലാറ്റിനാണ്, ലാറ്റിൻ പദമാണത്. ആഡ്വെനിയർ ആഡ്വെൻറ്റസ് എന്ന മറ്റൊരു ലാറ്റിൻ പദമായി പരിണമിക്കുന്നു. ആ ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആഡ്വെൻറ്റ് എന്ന ഓൾഡ് ഇംഗ്ലീഷ് പദം ഉണ്ടാകുന്നത്. ആഡ്വെൻറ്റ് എന്ന ഓൾഡ് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആണ് ഇന്നത്തേതിൽ നിന്ന്. പിന്നീട് അത് മോഡേൺ ഇംഗ്ലീഷിലേക്ക് വരികയാണ്. മോഡേൺ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ആയ ഇന്നത്തെ സ്പെല്ലിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ പുതിയൊരു സ്പെല്ലിങ്ങിലേക്ക് അത് പരിവർത്തനം ചെയ്യുകയാണ് ആഡ്വെൻറ്റ്. അങ്ങനെയാണ് ആഡ്വെൻറ്റ് ആകുന്നത്. അത് ഓൾഡ് ഇംഗ്ലീഷിലേക്ക് വരികയും അത് പിന്നീട് മോഡേൺ ഇംഗ്ലീഷിലേക്ക് ഇന്ന് കാണുന്ന സ്പെല്ലിങ്ങിലേക്ക് എത്തുകയും ചെയ്യുകയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആഡ്വെൻറ്റ് എന്ന പദത്തിൻ്റെ റൂട്ട് ഓർമ്മിക്കുക. അത് ലാറ്റിൻ റൂട്ടുള്ളൊരു പദമാണ്.
ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ആ പദം ഇംഗ്ലീഷിലേക്ക് എത്തിയിട്ടുള്ളത്. ആഡ്വെനിയർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ആഡ്വെൻറ്റ് എന്ന പദമായിട്ട് പരിണമിക്കുന്നത്. ആഡ്വെൻറ്റ് എന്ന ഓൾഡ് ഇംഗ്ലീഷ് പദം, അതിൽ നിന്നാണ് ഇന്ന് ഓൾഡ് ഇംഗ്ലീഷിൽ തന്നെ സ്പെല്ലിംഗ് വ്യത്യാസമാണ്. മോഡേൺ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സ്പെല്ലിംഗ് ചേഞ്ച് നിങ്ങൾ നോട്ട് ചെയ്യുമല്ലോ. അഡ്വെൻറ്റ് എന്ന വാക്കിന് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും ഈ ക്രിസ്ത്യൻ അർത്ഥം അതിനുണ്ട്. അതായത് ക്രിസ്തുവിൻ്റെ വരവ്, ക്രിസ്തുവിൻ്റെ വരവിനെ ആഡ്വെൻറ്റ്, ആഗമനത്തെ ആഗമനത്തിന് ആഡ്വെൻറ്റ് എന്ന് പറയുന്നു. അതായത് ബത്ലഹേമിൽ ക്രിസ്തു ജനിക്കുന്ന, ക്രിസ്തു ഒരു ശിശുവായി ജനിക്കുന്ന ആ കാലഘട്ടം, അല്ലെങ്കിൽ ആ പ്രൊഫസി, ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെയൊക്കെ തന്നെ ക്രിസ്തുവിന് മുമ്പുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, അവയുടെ പൂർത്തീകരണമായി ക്രിസ്തു ജനിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ആഗമനം, അത് ഈ കാലഘട്ടത്തിൻ്റെ പിൽക്കാലത്തുള്ള ആചരണത്തെ, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടും മറ്റുള്ള പിൽക്കാലത്തുള്ള ആചരണത്തെ ആഡ്വെൻറ്റ് എന്ന് പറയുന്നു. യൂറോപ്പിലൊക്കെ ആഡ്വെൻറ്റ് വലിയ ഒരു ആഘോഷം തന്നെയാണ്. ഓരോ ദിവസവും ആഡ്വെൻറ്റ് കാലണ്ടേഴ്സൊക്കെ അവിടെയുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ്. കാരണം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ അവർ പഠിക്കുകയാണ്, മനസ്സിലാക്കിയാണ് ആഡ്വെൻറ്റ് കാലണ്ടേഴ്സിലൂടെ. അപ്പോൾ ആഡ്വെൻറ്റ് എന്ന സീസൺ തീർച്ചയായിട്ടും ഈ ആത്മീയ അർത്ഥം അതിനുണ്ട്. ക്രിസ്തുവിൻ്റെ വരവ്, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവുമെന്നും ആഡ്വെൻറ്റിന് അർത്ഥമുണ്ട്. ആത്മീയമായി അങ്ങനെയും നമുക്ക് തന്നെ വ്യാഖ്യാനിക്കാം. ഇനി ആഡ്വെൻറ്റിൻ്റെ ഒരു സെക്യുലർ മീനിങ് എന്താണ്? റിലീജിയൻ്റെ അപ്പുറമുള്ള ഒരു മീനിങ് എന്താണ് ആഡ്വെൻറ്റിൻ്റെ? ആഡ്വെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ ഒക്കെ വരവ് എന്നാണ്. ദി ആഡ്വെൻറ്റ് ഓഫ് ടെലിവിഷൻ വാസ് എ ഗെയിം ചേഞ്ചർ ഇൻ ദി എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി. ഈ ഒരു സെൻറ്റൻസിൽ ടെലിവിഷൻ്റെ വരവ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ വലിയ ഒരു പരിവർത്തനത്തിന് കാരണമായ ഒന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ടെലിവിഷൻ എന്ന വാക്കിന് കൂടെ തന്നെ ആഡ്വെൻറ്റ് എന്ന വാക്കാണ് ഞാൻ ചേർത്തത്. ആഡ്വെൻറ്റ് എന്ന് സൂചിപ്പിക്കുന്നവിടെ വരവിനെയാണ്, ടെലിവിഷൻ്റെ ആഗമനം, ടെലിവിഷൻ്റെ വരവ്, ദി ആഡ്വെൻറ്റ് ഓഫ് ടെലിവിഷൻ. അപ്പം ഇത്തരത്തിൽ ആഡ്വെൻറ്റ് എന്ന വാക്ക് നമുക്കൊരു വലിയ പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ വരവിനെ, ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ വരവിനെ ഒക്കെ സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആഡ്വെൻറ്റ് എന്ന വാക്ക്, അതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ആഡ്വെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇതുപോലുള്ള പുതിയ വാക്കുകൾ, നിങ്ങൾക്ക് പരിചിതമായതും പരിചിതമല്ലാത്തതുമായ വാക്കുകൾ. ആഡ്വെൻറ്റിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞതുപോലെ ഒരു ആത്മീയമായ തലത്തിൽ തീർച്ചയായിട്ടും വളരെ വലുതാണ്. അതുപോലെ തന്നെ അതിനെ നമുക്ക് സാധാരണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കും കൂടിയാണ് ആഡ്വെൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ പരിചയപ്പെടുത്തി പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. പലർക്കും ഇതിൻ്റെ ആത്മീയ തലത്തെക്കുറിച്ച് അറിയാത്തവരുമുണ്ട്. എന്താണ് ആഡ്വെൻറ്റ് സീസൺ എന്നറിയാത്തവരുമുണ്ട്. ഈവൻ ആഡ്വെൻറ്റ് കാലണ്ടർ എന്താണെന്ന് കേൾക്കാത്ത ആൾക്കാരും ഉണ്ട് തീർച്ചയായിട്ടും. കാരണം അത് നമ്മുടെ നാട്ടിലൊരു ട്രഡീഷൻ അല്ല ആഡ്വെൻറ്റ് കാലണ്ടർ എന്ന് പറയുന്നത്. ആഡ്വെൻറ്റ് കാലണ്ടർ ഇവിടെ ഈവൻ ഇൻ കേരളത്തിലെ കത്തോലിക്കരും ആഡ്വെൻറ്റ് കാലണ്ടേഴ്സൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ നമുക്ക് യൂറോപ്പിയൻസ് ഒരുപാടായിട്ട് ഈ ആഡ്വെൻറ്റ് കാലണ്ടറിനെ കുറിച്ച് തന്നെ ഒരു നോവൽ ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. നമ്മുടെ സോഫീസ് വേൾഡ് ഒക്കെ എഴുതിയ എഴുത്തുകാരൻ്റെ ഒരു പുസ്തകമായിരുന്നു അത്, യോസ്റ്റെയിൻ ഗാർഡറിൻ്റെ ഒരു പുസ്തകം. അപ്പോൾ യൂറോപ്യൻ കൾച്ചറിൽ ആഡ്വെൻറ്റ് കാലണ്ടർ വളരെയധികം പ്രത്യേകതയുള്ള ഒന്നാണ്. അതിന് അവിടെ കുട്ടികളുടെ ജീവിതവുമായിട്ടും വളരെ എക്സൈറ്റിംഗ് ആയ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു കാലഘട്ടത്തെ ആഘോഷിക്കുന്ന ഒരു പ്രത്യേകതയുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ആഡ്വെൻറ്റ് കാലണ്ടർ ഇതൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നു യൂറോപ്യൻ കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ആഡ്വെൻറ്റ് തീർച്ചയായിട്ടും ലോകമെമ്പാടും അത് ആചരിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ആത്മീയതയാണ് കേരളത്തിലെ ക്രൈസ്തവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ആത്മീയ തലത്തിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ബാഹ്യമായ ഒരു ആഘോഷം ക്രിസ്മസ് അടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് തീർച്ചയായിട്ടും അതിൻ്റെ ബാഹ്യമായ ആഘോഷങ്ങളിലേക്ക് നമ്മൾ പോകുന്നതായിട്ട് കാണാം. എന്നാൽ അതിനപ്പുറത്തേക്ക് ആഡ്വെൻറ്റ് സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിലെ ക്രൈസ്തവർ ആത്മീയതയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നോമ്പെടുത്തുകൊണ്ടും അതുപോലെ പ്രാർത്ഥനാ നിരതരായിക്കൊണ്ടും ആത്മീയ ഒരുങ്ങിക്കൊണ്ടും ഒക്കെയാണ് അത് ചെയ്യുന്നത്.
യൂറോപ്യൻ കൾച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വെൻറ്റ് സീസൺ മുഴുവനായിട്ടും അവർ ആഘോഷിക്കുന്ന തരത്തിൽ ബാഹ്യമായ ആഘോഷങ്ങൾ നമുക്ക് കുറച്ചുകൂടി കാണാൻ സാധിക്കും. അത് വ്യത്യസ്ത പ്രദേശങ്ങൾ പ്രാദേശികമായ വ്യത്യാസങ്ങളാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള രസകരമായ ചില അനുഭവങ്ങളും അഡ്വെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആഡ്വെൻറ്റ് എന്ന വാക്ക് നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു. മറക്കരുത് ആഡ്വെൻറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. See you in another class. Take care. Have a wonderful time. God bless you all. Bye-bye.